പ്രതിപക്ഷ നേതാവ് CPM അടക്കമുള്ള സംഘടനകൾ മനുഷ്യച്ചങ്ങല അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുവരുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ലോക്കലായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതല്ലേ പ്രശ്നം. ലോക്കലായിട്ടുള്ള സംഘടനകളുടെ ആളുകൾ അവര് പരിപാടി നടത്തിയില്ലെങ്കിൽ അവര് ആദ്യം കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് സങ്കടം പറഞ്ഞു. അവർക്കറിയാം ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ട ആളല്ല ഞാനെന്നറിയാം. സങ്കടം പറയും. തീരപ്രദേശത്ത് വരുമ്പോ അതിന്റെ ചിലപ്പോൾ ഭാഷയിലൊക്കെ ഒന്നൊരു വ്യത്യാസം ഉണ്ടാവും, രൂക്ഷമായിട്ട് സംസാരിക്കും. അത് അവരുടെ സങ്കടമാണ്. അവര് ഈ കടലിനോട് മല്ലിട്ട് വെയിലത്തും മഴയത്തും ഒക്കെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് നമ്മളെ പോലെ ഈ അല്ലാത്ത സ്ഥലത്ത് സേഫായിട്ട് ജീവിക്കുന്ന പോലെ പോളിഷ്ഡായിട്ടൊന്നും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അവരവരുടെ ദേഷ്യവും സങ്കടമൊക്കെ പറയും. നമ്മളത് കേൾക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാത്രേ ഉള്ളൂ. ഈ പെട്രോൾ കോഡ് നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇല്ലാതെ പറ്റില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതിനെന്ത് പ്രോജക്റ്റാണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് പറ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി ആ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മുഴുവൻ MPമാരെയും അണിനിരത്തി സമ്മർദ്ദം ചെലുത്തിയത് കേന്ദ്ര ഗവൺമെന്റിന് ഞങ്ങളാണ്. ഏത് പ്രോജക്റ്റാണെന്ന് പറ, ഏത് പ്രോജക്റ്റാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ കൊടുത്തിട്ടില്ലെന്ന് പറ. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളോട് പറയണമെന്നില്ല. MPമാരുടെ മീറ്റിംഗ് അടിയന്തരമായിട്ട് വിളിച്ചിട്ട് അവിടെ പറഞ്ഞാലും മതി. ഈ സർക്കാരിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു ശ്രമമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ചെല്ലാനത്ത് 7 കിലോമീറ്ററോളം ടെട്രാപോഡ് അത് തന്നെ വലിയ വിഷയമായി. ആ ഒരൊറ്റ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് ആ പഞ്ചായത്തിൽ തന്നെയുള്ള കണ്ണമാലി വെള്ളത്തിലാണ്. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ടതാണ്. ചെയ്ത പ്രദേശം സേഫാണ് 7 കിലോമീറ്റർ. പക്ഷെ ചെയ്യാത്ത പ്രദേശത്ത് ഈ ചെയ്ത പ്രദേശത്തു കൂടി ഉണ്ടാകുന്ന ആഘാതം കൂടി തൊട്ടപ്പുറത്തുണ്ടാവും. അപ്പൊ ചെല്ലാനത്ത് ഇത് ചെയ്തപ്പോ കണ്ണമാലി വെള്ളത്തിലായി. കണ്ണമാലിക്കാർ റോഡ് ഉപയോഗിച്ച് അതുകൊണ്ട് കണ്ണമാലി വെള്ളത്തിലായി. അപ്പൊ അപ്പുറത്ത് ചെയ്തതിന്റെ കൂടി ഇമ്പാക്ട് ഇപ്പുറത്ത് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് വളരെ ശാസ്ത്രീയമായും ഭംഗിയായും ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. പിന്നെ എന്തിനാ 2000 കോടി രൂപയുടെയും 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നത്? എന്തിനാ? ആരെ കബളിപ്പിക്കാനാണ്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഇവിടെ ഒരു DPR തയ്യാറായിട്ടുണ്ടാകുന്നതാണ് കഴിഞ്ഞ തവണ സബ് കളക്ടർ പ്രതിഷേധിച്ചപ്പോൾ എന്ന് പറഞ്ഞത്. അപ്പൊ DPR അപ്പുറം ഒന്നും നടപടിയായിട്ടില്ല എന്നാണോ? IIT റിപ്പോർട്ടുണ്ട്, DPR ഉണ്ട്, ഒരു നടപടിയിലേക്കും പോയിട്ടില്ല. 13 പുലിമുട്ട് നിർമ്മിക്കണമെന്നും പറഞ്ഞുള്ള IIT റിപ്പോർട്ടാണ്. 6 ആകെയുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്രശ്നമാണ്. ഒരു നടപടിയിലേക്ക് പോകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇല്ലെങ്കിൽ ജിഡയിൽ പണമുണ്ട്. ജിഡയിലെ പണം ഈ ദ്വീപ് നിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ്. ജിഡയിലെ പണം ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല. ജിഡയുടെ മീറ്റിംഗ് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രയോറിറ്റി മുൻഗണന കൊടുത്ത് ചെയ്യണ്ടേ? ഞങ്ങൾ എപ്പോഴും നിയമസഭയിൽ ചോദിക്കും, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, നിങ്ങളുടെ മുൻഗണന എന്താണ്? ഇതൊക്കെയല്ലേ മുൻഗണന. ഇവരുടെ സങ്കടങ്ങൾ തീർക്കലല്ലേ മുൻഗണന, അല്ലാതെ വേറെ എന്ത് കാര്യം ചെയ്തിട്ടുണ്ട്? തീരവാസികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതിയും കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? എന്നാണ് പാർലമെന്റിൽ കിട്ടിയ ഉത്തരം, MPക്ക് കിട്ടിയ ഉത്തരം. പ്രോജക്ടുകളൊന്നും പെൻഡിംഗ് പ്രോജക്ടുകളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഹൈബി ഈഡൻ MPക്ക് പാർലമെന്റിൽ